ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ അധികാരമേറ്റതിന് ശേഷം എല്ലാ രാജ്യങ്ങളുടെ മേലും വലിയ രീതിയിലുള്ള ഇറക്കുമതി തീരുവ ചുമത്തുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും തീരുവ ചുമത്തപ്പെട്ടത് ചൈനയുടെ മേൽക്കായിരുന്നു, ഏതാണ്ട് 150%. പക്ഷെ പിന്നീട് പലവട്ട ചർച്ചകൾക്ക് ശേഷം അത് 25% കുറയ്ക്കുകയുണ്ടായി. ഈ ചർച്ചകളിലെല്ലാം തന്നെ ചൈന അവരുടെ പ്രധാന ബാർഗെയിൻ കാർഡായി ഉപയോഗിച്ചത് 3 വാക്കുകളായിരുന്നു: റെയർ എർത്ത് എലമെൻറ്റ്സ് അഥവാ റെയർ എർത്ത് മൂലകങ്ങൾ. എന്താണ് ഈ റെയർ എർത്ത് മൂലകങ്ങൾ? ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയെ പോലും ക്രിപ്പിൾ ഔട്ട് ചെയ്ത് ചൈനയുമായ ഒരു നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവന്ന പ്രധാന കാരണം ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ആയിരുന്നു. ചൈനയും അമേരിക്കയും തമ്മിൽ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും അതിൻ്റെ സോഴ്സുകളും ഒക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു ശക്തിയായ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് അത് നേരിടാൻ പോകുന്നത്? നമ്മുടെ സ്റ്റോറേജ് റിസർവ്സ് എവിടെയാണ്? കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം ഏഷ്യയിലെ തന്നെ ഭൂപടത്തിൽ ഏറ്റവും വലിയ ഹോട്ട് പോയിൻ്റായി മാറാനുള്ള റീസൺ റെയർ എർത്ത് എലമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് എന്താണ്? ഈ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ആദ്യമായിട്ട് എന്താണ് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ്? റെയർ എർത്ത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ റെയർ എർത്ത് മൂലകങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് 1700-കളിലാണ്. സ്വീഡനിലൊരു മൈനിലാണ് ഇവ ആദ്യമായി ഖനനം ചെയ്തെടുക്കപ്പെട്ട ഈ മിനറൽസ് അടങ്ങിയ പാറക്കഷ്ണങ്ങൾ അവിടെയുള്ള ശാസ്ത്രജ്ഞർ പഠിക്കുകയും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്തു. അവർ കരുതിയത് ഇത് ഭൂമിയിൽ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടേറിയ മൂലകങ്ങളാണ് എന്നാണ്. അങ്ങനെയാണ് റെയർ എർത്ത് മൂലകങ്ങൾ എന്നുള്ള പേര് തന്നെ അവർ നൽകിയത്. എന്നാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കി ശരിക്കും ഭൂമിയിൽ ഈയത്തിനേക്കാളും ചെമ്പിനേക്കാളുമൊക്കെ അധികമായിട്ട് കാണപ്പെടുന്ന മൂലകങ്ങളാണ് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് റെയർ എന്നുള്ള പേര് അതിൻ്റെ കൂടെ വരാനുള്ള അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ റോക്ക്, ഒരു പാറക്കഷ്ണത്തിൽ നിന്നും ഈ എലമെൻറ്റ്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള പ്രോസസ്സ് എക്സ്ട്രീംലി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ വേർതിരിച്ചെടുക്കണമെങ്കിൽ ഒരു പാറക്കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റെയർ എർത്ത് മൂലകങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള റെയർ എർത്ത് മൂലകങ്ങൾ ഇതിൽ നിന്നും മാറ്റിയെടുക്കണമെങ്കിൽ അത് ഭയങ്കരമായ റിസോഴ്സ് ഇൻറ്റൻസീവായ ഒത്തിരി അധ്വാനം വേണ്ടി വരുന്ന ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് വലിയ വലിയ രാജ്യങ്ങൾ അവരുടെ ഇനിയുള്ള വളർച്ചയിൽ വളരെ വളരെ ക്രിട്ടിക്കൽ പോയിൻ്റായിട്ട് ഈ റെയർ എർത്ത് എലമെൻറ്റ്സിനെ കാണുന്നത്? പ്രധാനമായും ഇവ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മുടെ സ്പീക്കറിൽ, ഈ ഹെഡ്ഫോൺസിൽ, ബഹിരാകാശത്തുള്ള പിന്നെ സാറ്റലൈറ്റ്സിൽ എല്ലാത്തിലും ഈ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ പ്രസൻസ് നിയോഡൈമിയം, സെറിയം, ലന്താനം അങ്ങനെ തുടങ്ങി ഒരു ബഞ്ച് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. പീരിയോഡിക് ടേബിളിൽ 50-നും 70-നും ഇടയ്ക്കുള്ള 17 എലമെൻറ്റ്സിനെയാണ് നമ്മുടെ റെയർ എർത്ത് മൂലകങ്ങളെന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു 7 എണ്ണം ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മൂലകം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മൂലകങ്ങൾ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സപ്ലൈയുടെ 80%, അതായത് സ്റ്റോറേജ് റിസർവ്സിൻ്റെ 80% ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. ചൈനയിലാണ് ഉള്ളത്. സപ്ലൈ ചെയിനിൻ്റെ 90% കൺട്രോൾ ചെയ്യുന്നതും ഈ ചൈനയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂലകത്തിൻ്റെ മൊണോപ്പൊളി ഹാൻഡിൽ ചെയ്യുന്നത് ചൈനയാണ്. ഇത് വലിയ പ്രശ്നമാണ്. കാര്യം ചൈന ഇത് പലതവണയും വെപ്പണൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കരുതുക, ലോകത്തിലെ അരിയെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്താണ് എന്ന് കഴിക്കുക, കൃഷി ചെയ്യുന്നത് ഒരു രാജ്യത്താണ്. ആ രാജ്യത്തിന് വേറെ ഏതെങ്കിലും രാജ്യമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു തർക്കം വരുമ്പോൾ പറയുവാണ് ഇനി നിങ്ങൾക്ക് അരി തരില്ല എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടില്ലേ, നമുക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല. അതുപോലെയാണ് ഇലക്ട്രോണിക് കമ്പോണൻസിൽ നമ്മുടെ വളർച്ചയ്ക്കും മെഷീനറീസും ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സാധനമാണ് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. 1990-കളിലാണ് ഇതിൻ്റെ ഒരു കഥ, ചൈന എങ്ങനെയാണ് ഒരു മൊണോപ്പൊളി നേടിയെടുത്തതെന്നുള്ള കഥ തുടങ്ങുന്നത്. ആ സമയത്ത് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും പ്രകൃതിയിലുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ കൂലങ്കഷിതമായി ചിന്തിക്കുകയും അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയും എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകൾക്ക് ഒരു പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുവിലൊരു ബ്ലോക്കേഡ് ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു. ഓസോൺ പാളികളിലുള്ള ഹോള്, പിന്നെ മറ്റ് പല റീസൺസൊക്കെ കൊണ്ട് അത്തരം പ്രോജക്റ്റുകൾക്ക് വലിയൊരു ഹോൾട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അതേസമയം
ചൈനയിൽ ഡെങ് ഷോംപിങ് എന്ന് പറയുന്ന ആ സമയത്ത് ചൈന പ്രീമിയർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. മിഡിൽ ഈസ്റ്റിന് ഓയിലാണ് മിഡിൽ ഈസ്റ്റിന് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു 50 വർഷം കൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ പവർഫുൾ പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും ഒരു മണി സോഴ്സ് ആക്കി മാറ്റിയത്. ആ മിഡിൽ ഈസ്റ്റിന് ഓയിൽ എങ്ങനെയാണോ അതുപോലെയാണ് ചൈനയ്ക്ക് റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഈ റെയർ എർത്ത് മിനറൽസിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അത് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഗൈഡ് കൊടുക്കുക, വെളിയിൽ നിന്നും കമ്പനികളെ അകത്തേക്ക് ചൈനയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വിളിക്കുക. അങ്ങനെ വെസ്റ്റേൺ കമ്പനീസ് വന്നു. അവർ സ്വാഭാവികമായും ക്യാപിറ്റലിസ്റ്റ് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ ചൈനയ്ക്കുള്ളിൽ വരികയും അവർ ഇവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി ഈ റെയർ എർത്ത് എലമെൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവ ഈ 50 മുതൽ 70 വരെയാണെന്ന് പറഞ്ഞല്ലോ പീരിയോഡിക് ടേബിൾ. ഇവയുടെ രാസഘടന ഭയങ്കര സിമിലറാണ്. ഏതാണ്ട് 99% സെയിമാണ് ഈ മെറ്റൽസിൻ്റെ എല്ലാം രാസഘടന. ഇവ ഭൂമിയിൽ നിന്നും കുഴിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഗ്രാനൈറ്റും ചെളിയും കൂടെ കലർന്ന ഒരുതരം പാറ പീസുകളിലാണ് ഇവ കാണുന്നത്. പക്ഷേ അവയോടൊപ്പം തന്നെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സായ യുറാനിയം, തോറിയവും ഈ പാറക്കഷ്ണങ്ങളിലും ഉണ്ടായിരിക്കും. 1. 2, ഈ രാസഘടന വളരെ സിമിലർ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതുപോലെ വളരെ ക്ലോസ്ലി ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും ഈ റെയർ എർത്ത് മൂലകങ്ങളെല്ലാം തന്നെ. അത് വലിയൊരു ചലഞ്ചാണ്. കാര്യം ഈ മെറ്റൽ എക്സ്ട്രാക്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റലിനെ ഒരു പോയിന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ രാസഘടന കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെങ്കിൽ അത്രയും എളുപ്പമാണ്. കാര്യം നമുക്ക് എന്തെങ്കിലും കെമിക്കൽ സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ രാസഘടനയുള്ള എലമെൻ്റ് അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ ചെറുതാണ്. ഈവൻ അതിൻ്റെ സൈസും വെയ്റ്റും കെമിക്കൽ ഘടനയെല്ലാം തന്നെയും വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊരു ലോഹവും നമ്മൾ ഭൂമിയിൽ നിന്നും എടുക്കുന്നത് മൈൻ ചെയ്താണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായാലും ഖനനമാണ്. വലിയ വലിയ പാറകളും അല്ലെങ്കിൽ ഭൂമിക്കടിയിലോട്ടുള്ള ഗ്രൗണ്ടും ഒക്കെ ബ്ലാസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പാറ കഷ്ണങ്ങൾ എടുക്കുന്നു. അപ്പോൾ വലിയ തോതിൽ അതിൻ്റെ ഫാക്ടറീസിലോട്ട് മൂവ് ചെയ്യുന്നു. സോ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൈനിങ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റേജ്. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് കോൺസെൻട്രേഷൻ അഥവാ ബെനിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേഷൻ അഥവാ ബെനിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയർ എർത്ത് മെറ്റൽസ് എലമെൻറ്റ്സ് കിട്ടാനായിട്ട് നമ്മളൊരു പാറ കഷ്ണം പൊട്ടിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 100 ടണ്ണുള്ള പാറ കഷ്ണം നമ്മൾ പൊട്ടിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ 1 ടണ്ണായിരിക്കും. സോ ഇതിൻ്റെ റേഷ്യോ 100:1 ആണ്. അപ്പോൾ നമുക്കൊരു 10 ടൺ റെയർ എർത്ത് എലമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ 1000 ടൺ പാറ നമ്മൾ പൊട്ടിക്കണം. അപ്പോൾ അതൊരു വലിയ ചലഞ്ചിങ് പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊട്ടിച്ച് കഴിഞ്ഞ പാറയെ ഭയങ്കര ഭയങ്കര മൈന്യൂട്ട് പീസസ് ആയിട്ട് അതിനെ ക്രഷ് ചെയ്യും. വീണ്ടും പാറ ആഡ് ചെയ്ത് കോൺസെൻട്രേഷൻ കൂട്ടാനാണ്. എന്ന് വെച്ചാൽ ഈ ചെറിയ എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കില്ല. എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ ഒരു നിശ്ചിത അളവിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയാൽ മാത്രമല്ല എക്സ്ട്രാക്ഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമും എഫേർട്ടും എല്ലാം വെറുതായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പാറ കഷ്ണങ്ങൾ കൊണ്ടുവന്നു അതിനെ ക്രഷ് ചെയ്ത് അതിനെ വളരെ തരിയായിട്ട് ആക്കി കോൺസെൻട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ബെനിഫിക്കേഷൻ. ഈ തരിയാക്കിയ പാർട്ടിക്കിൾസിനെ പല രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഒന്ന് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യും. അതായത് നമുക്ക് ആവശ്യമുള്ള റെയർ എർത്ത് എലമെൻറ്റ്സ് ഏതാണ്ട് 17 ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അതിലെല്ലാം നമ്മൾ ഉപയോഗിക്കാറില്ല. നിയോഡൈമിയം പോലുള്ള എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലുള്ള എലമെൻറ്റ്സിന് നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ മാഗ്നറ്റ്സ് വെച്ചിട്ട് വലിയ ലാർജ് മാഗ്നറ്റ്സ് ഈ തരിയായിട്ടുള്ള പാർട്ടിക്കിൾസിനെ മുകളിൽ റൺ ചെയ്ത് അവയെ മാഗ്നറ്റ് വെച്ച് കാന്തം വെച്ച് അട്രാക്ട് ചെയ്തെടുക്കുന്ന രീതി ഒന്ന്. പിന്നെ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡുണ്ട്. ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ സൊല്യൂഷനിൽ ഇവയെ മിക്സ് ചെയ്യുമ്പോൾ ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ പുറത്ത് മാത്രം ബബിൾസ് ഫോം ചെയ്യും. ഈ ബബിൾസ് മുകളിലോട്ട് പോകും. ഇത് മുകളിലോട്ട് വന്നതിന് ശേഷം ഇവയെ സ്വീപ്പ് ചെയ്ത് മാറ്റും. അതൊരു പ്രോസസ്സാണ്. പിന്നെ ഗ്രാവിറ്റി സെപ്പറേഷൻ ഉണ്ട്. ഗ്രാവിറ്റി സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞത് താഴോട്ട് പോവുകയും വെയിറ്റ് കൂടിയത് താഴോട്ടും വെയിറ്റ് കുറഞ്ഞത് മുകളിലോട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ടും ഇതിനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കാറുണ്ട്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ഒരു കോൺസെൻട്രേഷനിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണിത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ശരിക്കും എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് തന്നെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും.
ഇതിനുള്ള മെത്തേഡ്സിൽ ആദ്യത്തെ മെത്തേഡ് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷനാണ്. ഞാനിത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹൈഡ്രോമെറ്റലർജി എന്ന് പറയും. ഈ പിന്നെ തരിതരിയായിട്ടിരിക്കുന്ന ഈ റോക്ക് പീസസിനെ സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് കൊണ്ട് ഭയങ്കരമായിട്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഏത് വേണോ ഉപയോഗിക്കും. ഇത് ഹൈ കോൺസെൻട്രേഷനിലുള്ള ആസിഡ് ഉപയോഗിച്ച് ഹൈ ഫോഴ്സിൽ ഇതിനെ എന്താ പറയുക ഒരു മിക്സർ ഗ്രൈൻഡറിലാക്കുന്നൊരു സിറ്റുവേഷൻ കൊണ്ടുവരും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് സോൾവെൻറ്റ്സ് ആഡ് ചെയ്യും. സോൾവെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് ഈ ഒരു പ്രത്യേക തരം ലിക്വിഡാണ്. ഈ ലിക്വിഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലമെൻറ്റ്സ് ആയിട്ട് മാത്രം റിയാക്ട് ചെയ്യുകയും ഒരു പേസ്റ്റ് പോലെയൊക്കെ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് മിശ്രിതമായിരിക്കും. ഈ മിശ്രിതത്തിനകത്ത് റേഡിയോ ആക്റ്റീവായ യുറാനിയം, തോറിയം ഇത് രണ്ടും ഉണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ സോൾവെൻറ്റ്സായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ബാക്കി റെയർ എർത്ത് എലമെൻറ്റ്സും ഉണ്ട്. ഇവ വന്നതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലമെൻറ്റ്സിനെ ഓർഗാനിക് സോൾവെൻറ്റ്സ് മാറ്റി മിക്സ് ചെയ്തിരിക്കുന്ന റെയർ എർത്ത് എലമെൻറ്റ്സിനെ മാറ്റും. ബാക്കി റേഡിയോ ആക്റ്റീവ് ഉണ്ടല്ലോ, റേഡിയോ ആക്റ്റീവ് വെള്ളം, അതതിൻ്റെ വേസ്റ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം 1 ടൺ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഏതാണ്ട് 9 ടൺ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റേജ്, ലിക്വിഡ് വേസ്റ്റ് വരും. ഏതാണ്ട് 6 ടൺ ഗ്യാസ് വേസ്റ്റേജ് വരും. സോ ഏതാണ്ട് 15 ടൺ നാച്ചുറൽ ഇമ്പാക്റ്റ് 1 ടൺ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇത് കണ്ടിന്യൂസ്ലി ഏതാണ്ട് മാസങ്ങളോളം ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നല്ല പ്യുവർ ഫോമിൽ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നു. ഈ പ്യുവർ ഫോമിൽ എന്തുകൊണ്ട് റെയർ എർത്ത് എലമെൻറ്റ്സ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിലും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കണമെങ്കിൽ 99.9% പ്യൂരിറ്റി വേണം. അത്രയും പ്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇലക്ട്രോണിക് കമ്പോണൻസിലും മറ്റും ഉപയോഗിക്കാൻ പറ്റൂ. സോ ഈ സൈക്കിൾ കംപ്ലീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കണം ഈ അവസാനം ഈ പിന്നെ പ്യുവർ ഫോമിൽ ഇത് കിട്ടാനായിട്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വരുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സാധനം ഏതർ ഒരു ഓക്സൈഡ് ഫോർമാറ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു സോൾട്ട് ഫോർമാറ്റിലായിരിക്കും. നമ്മൾ ഇലക്ട്രോലൈസിസ് അല്ലെങ്കിൽ കാൽഷ്യോതെർമിക് റിഡക്ഷൻ അതുപോലെയുള്ള പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് നമ്മൾ മെറ്റൽ വേർതിരിച്ചെടുക്കും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, വീണ്ടും അത് കുറച്ച് നീളമുള്ളതായിപ്പോൾ. ഇനി ഞാൻ പറഞ്ഞൊരു 2 മെത്തേഡ് ഉണ്ടെന്ന്. മറ്റൊരു മെത്തേഡ് അയോണിക് എക്സ്ചേഞ്ച് ആണ്. ഈ അയോണിക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക, PVC പൈപ്പ്. ഈ പൈപ്പിൻ്റെ അകത്ത് റെസിൻ ഷേപ്പിലുള്ള ചെറിയ മുത്തുമണികളുണ്ടെന്ന് ചോദിക്കുക, റെസിൻസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസുള്ള ഈ സൊല്യൂഷനെ, അതായത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ട് കഴുകി കഴിഞ്ഞ ആ സൊല്യൂഷനെ നമ്മളിതിൻ്റെ അകത്തോട്ട് പോർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള റെയർ എർത്ത് എലമെൻറ്റ്സ് ഈ റെസിൻസിൽ ഗ്രാബ് ചെയ്യും. പിന്നീട് അവയെ അവിടെ നിന്ന് പിന്നെ മാറ്റിയതിന് ശേഷം വീണ്ടും ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ അയോണിക് എക്സ്ചേഞ്ച് സ്ലോ ആണെങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഹൈ പ്യൂരിറ്റി, സോൾവെൻറ്റ് എക്സ്ട്രാക്ഷനേക്കാളും ഹൈ പ്യൂരിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു എക്സ്ട്രാക്ഷൻ മെത്തേഡാണ്. പക്ഷേ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ വളരെ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനി ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ 99.9999% പ്യൂരിറ്റി വേണം. അങ്ങനെയുള്ള കേസുകളിൽ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഔട്ട്പുട്ടിനെ വീണ്ടും അയോണിക് എക്സ്ചേഞ്ചിൽ കൂടെ പാസ് ചെയ്യും കൂടുതൽ പ്യൂരിറ്റി കിട്ടാനായിട്ട്. ഇങ്ങനെയാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാക്ഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭീകരമായ ഒരു നാച്ചുറൽ ഇമ്പാക്റ്റ് നമുക്കുണ്ട്. ഇത് ചൈനയിലെ ബട്ടാവു എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇതിൻ്റെ ഖനനം പ്രധാനമായും നടക്കുന്നത്. ഈ പ്രദേശത്ത് ഖനനം നടക്കുമ്പോൾ അവിടെയുള്ള നദികളെല്ലാം റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ കൊണ്ട് നിറയുന്നു. കാരണം ഭയങ്കരമായ ശുദ്ധജലത്തിൻ്റെ ആവശ്യമുണ്ട് ഇത് കഴുകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നദികളിൽ നിന്നും ജലം എടുക്കുന്നു, പക്ഷേ പകരം വെളിയിലോട്ട് പുഷ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റാണ്. പിന്നെ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് ക്യാൻസർ റേറ്റുകൾ വലിയ വർധനവ് വരുന്നു. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്പാക്റ്റ് ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അത്തരം എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്യാതെ 90കളിൽ ചൈന എടുത്ത ഒരു ഡിസിഷനായിരുന്നു റെയർ എർത്ത് എലമെൻറ്റ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ലോകത്തിൻ്റെ മൊണോപ്പൊളി കീപ്പ് ചെയ്യും. ഇത് നാളെ ലോകത്തിന് ഏറ്റവും
ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് വരും. ആ എലമെൻറ്റിൽ വി ആർ ഗോയിങ് ടു റൂൾ ദ വേൾഡ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവരെടുത്താണ്. ഭയങ്കരമായ ഒരു ടാക്ടിക്കൽ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു വിഷണറി ഡിസിഷനാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, ചൈനയുടെ അടുത്ത് മാത്രമേ ഇതുള്ളൂ, ബാക്കിയുള്ള രാജ്യങ്ങളുടെ അടുത്ത് ഇല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള രാജ്യങ്ങളുടെ അടുത്തുണ്ട്. പക്ഷേ ചൈനയുടെ എബിലിറ്റീസ് ഈ ഏരിയയിൽ ഭയങ്കരമായി മുന്നിലാണ്. ഉദാഹരണത്തിന് ചൈനയിൽ 44 മില്യൺ ടൺ റിസർവുകൾ ഉണ്ട് ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ. രണ്ടാമതായി വരുന്ന ബ്രസീലിൽ ഏതാണ്ട് 10-15 മില്യൺ ടൺ റിസർവുകളാണ് ഉള്ളത്. മൂന്നാമത് വരുന്നത് നമ്മുടെ ഭാരതമാണ്. ഭാരതത്തിൽ ഏതാണ്ട് 7 മില്യൺ ടൺ റിസർവുകൾ ഔദ്യോഗികമായി കണക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ 12 മില്യൺ വരെ ഉണ്ടാകാം എന്ന് അറ്റോമിക് എനർജി ഏജൻസിയും ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്സും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എങ്ങനെയാണ് ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി? ഈ രാജ്യങ്ങൾ എല്ലാം ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന എല്ലാവർക്കും കൊടുക്കണമല്ലോ സ്വാഭാവികമായിട്ട്. അവിടെയാണ് ആ രാജ്യങ്ങൾക്ക് മനസ്സിലായത് ഇത്തരം ട്രേഡ് മോണോപ്പൊളീസ് വെപ്പണൈസ് ചെയ്യപ്പെടും എന്നുള്ളത്. 2010 ചൈനയും ജപ്പാനും തമ്മിൽ അവിടെയുള്ള ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐലൻഡുകളുണ്ടായിരുന്നു. ഈ ഐലൻഡുകളുടെ പുറത്ത് ഭയങ്കരമായ ഒരു തർക്കം വന്നു. ചൈന കുറച്ച് ടെറിട്ടോറിയലി അഗ്രസീവായ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം അവരുടേതാണെന്നുള്ളൊരു വാദം അവർക്കുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം വന്നപ്പോൾ ചൈന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നിനക്ക് റെയർ എർത്ത് എലമെൻറ്റ്സ് തരില്ല എന്ന് പറഞ്ഞ് ജപ്പാനൊരു വലിയ വാർണിംഗ് കൊടുത്തു. ജപ്പാനിലുള്ള എക്സ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇത് ജപ്പാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന്. വളരെ പെട്ടെന്ന് തന്നെ അത് അവരുടെ എക്കണോമി അഫക്റ്റ് ചെയ്തു. ഫാക്ടറീസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. പിന്നീട് നെഗോഷിയേഷൻസ് കഴിഞ്ഞു, അത് ഇഷ്യൂ സോൾവ് ചെയ്തു. പക്ഷേ ലോകത്തിന് ആദ്യമായിട്ടൊരു തിരിച്ചറിവ് കൂടിയായിരുന്നു അത്. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗതയിൽ ഇത് വെപ്പണൈസ് ചെയ്യപ്പെടും. വെപ്പണൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ടെക്നോളജിക്കൽ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ലോകം മനസ്സിലാക്കി. അത് കഴിഞ്ഞ് പിന്നീടും കുറച്ചൊരു സ്ലോ പേസിലായ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 2019 പിന്നീട് രണ്ടാമത്തെ ടൈം ട്രംപ് വന്നപ്പോഴും എല്ലാം ചൈന ഒരു വലിയ ബാർഗെയിൻ കാർഡായി കൊണ്ടുവന്നത് റെയർ എർത്ത് എലമെൻറ്റ്സ് ആയിരുന്നു. അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല. കാര്യം ചൈന 90% സ്റ്റോറേജും കീപ്പ് ചെയ്യുന്നുണ്ട്, 80% പ്രൊഡക്ഷൻ സപ്ലൈയും അവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർ 90കളിൽ തുടങ്ങി റോക്ക് മൈൻ ചെയ്ത് വെസ്റ്റേൺ കമ്പനീസിൻ്റെ അടുത്ത് റോക്ക് മൈൻ ചെയ്ത് നിങ്ങളിവിടെ നിന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറയുകയല്ല ചെയ്തത്. തദ്ദേശീയമായ കമ്പനികളുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ആ കമ്പനികൾ ഇതിൻ്റെ ട്രേഡിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അവർ ഓപ്റ്റിമൈസ് ചെയ്തു, ഭയങ്കരമായി ബെറ്ററാക്കിയിട്ട് അവർ തന്നെ പിന്നീട് അവിടെ എക്സ്ട്രാക്ഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അതുമാത്രമല്ല ഫാക്ടറീസ് നിർമ്മിക്കപ്പെട്ടു. ഈ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികൾ നിർമ്മിക്കപ്പെട്ടു. അതുപയോഗിച്ച് നിർമ്മിക്കുന്ന മെഷീനറീസ് ഉണ്ടാക്കുന്ന ഫാക്ടറീസ് നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ഒരു വലിയ സപ്ലൈ ചെയിൻ തന്നെ അവരുണ്ടാക്കി. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഈ അടുത്തായിട്ട് പറഞ്ഞത് റെയർ എർത്ത് എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ടിൽ അവരുടെ നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ മെഷീനറീസ് അവിടെ തന്നെ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ റെയർ എർത്ത് എലമെൻറ്റ്സ് മാത്രമായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയാണ്. അപ്പോൾ അവർക്ക് എന്ത് രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാം. ഹൈ എൻഡ് മാനുഫാക്ചറിങ് അവരുടെ രാജ്യത്ത് കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാം. അതായത് ഇത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ചായിരിക്കണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക സഡനായിട്ടൊരു നെഗോഷിയേഷന് തയ്യാറായതും. കാര്യം വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ പ്രോസസ്സ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും അതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. നമുക്കൊരു റെയർ എർത്ത് ലിമിറ്റഡ്സ് എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനമുണ്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന. പക്ഷെ കഥ മാറിയത് അവിടെയല്ല. കഥ മാറിയത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു റെയർ എർത്ത് എലമെൻറ്റിൻ്റെ രത്നത്തിനേക്കാളും സ്വർണത്തിനേക്കാളും ഒക്കെ ഒരു പക്ഷേ വരുന്ന ആളുകളിൽ വിലപിടിപ്പുള്ള ഈ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഒരു ഖനി നമ്മുടെ ബീച്ചുകളിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കരിമണലിലാണ്. ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കവും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇത്രയും എക്സ്ക്യൂസിറ്റായ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ബീച്ചസിൽ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും ചൈന നിർമ്മിക്കുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ബീച്ചുകളിൽ കാണുന്ന കരിമണൽ, ഈ കരിമണൽ ശരിക്കും പശ്ചിമഘട്ടം ഇറോഡ് ചെയ്ത് കാലങ്ങളായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് അത് ഇറോഡ് ചെയ്ത് കടലിൽ കൂടെ നദികളിൽ കൂടെയൊക്കെ പല ട്രാൻസിഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മുടെ കരിമണൽ നമ്മുടെ ബീച്ചിൽ വന്ന് അടിയുകയാണ് ചെയ്യുന്നത്.
ഈ കരിമണൽ മോണോസൈറ്റ് എന്ന് പറയുന്ന എലമെൻറ്റാണ് അതിൽ പ്രധാനമായും കാണുന്നത്. കൂടെ തോറിയമും ഉണ്ട്. തോറിയം ഒരു അറ്റോമിക് എലമെൻ്റാണ്. അപ്പോൾ 1962 അറ്റോമിക് എനർജി ആക്ട് അനുസരിച്ച് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് തോറിയം എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഖനനം ചെയ്യാൻ സാധിക്കില്ല. അത് ബാൻഡാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചകത്തും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാര്യം ഏതെങ്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് ഇത് ഖനനം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോറിയം അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരും. കാര്യം അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ ആദ്യമേ പറഞ്ഞത് എവിടെയാണ് ഈ തോറിയം വരുന്നതെന്നുള്ളത്. തോറിയം ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരും. അപ്പോൾ അതൊരു വലിയ ബ്ലോക്കേഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2019 ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെൻറ് തോറിയം ഖനനത്തിന്, അതായത് അറ്റോമിക് കമ്പോണൻസ് ഇൻക്ലൂഡിങ് തോറിയം ഖനനത്തിന് അനുമതി കൊടുക്കാം പ്രൈവറ്റ് എൻറ്റിറ്റീസ് സമീപിച്ചാൽ എന്ന രീതിയിൽ നിയമത്തിനൊരു മാറ്റം കൊണ്ടുവരും. ഇനി വേറെ പല അഡ്വാൻറ്റേജസും നമ്മുടെ കേരളത്തിലെ കരിമണലിന് അല്ലെങ്കിൽ കേരളത്തിലെ റെയർ എർത്ത് എലമെൻസിനുണ്ട്. ഒന്നാമതായിട്ട് ഈ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, പിന്നെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് കഴുകുന്നതും ബാക്കിയുള്ള പരിപാടികളും എല്ലാം തന്നെ നമ്മുടെ കേസിൽ, അതായത് കേരളത്തിലെ ബീച്ചുകളിൽ കാണുന്ന ഈ കരിമണലിൻ്റെ കാര്യത്തിൽ പ്രകൃതി അതിൻ്റെ ഒരു 80% വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊണ്ട് നമ്മുടെ ബീച്ചിൽ കൊണ്ടിടുന്നത്. കാരണം ഈ തിരമാലകളിൽ കൂടെ അടിച്ച് ഇതിൻ്റെ ഫിൽട്രേഷൻ സെപ്പറേഷൻ പ്രോസസ്സ് ഒരു പരിധി വരെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കരിമണലിൽ നിന്നും നമ്മൾ റെയർ എർത്ത് എലമെൻറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 8:100 അല്ലെങ്കിൽ 80:100 ആണ്. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം റേഷ്യോ പറഞ്ഞത്. 100 ടൺ മല പൊട്ടിച്ച് നമ്മൾ റെയർ എർത്ത് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ടൺ കിട്ടും, അല്ലേ? എന്നാൽ കേരളത്തിലെ കരിമണലിൽ നിന്നും നമ്മൾ 100 ടൺ കരിമണൽ ഖനനം ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ റെയർ എർത്ത് എലമെൻറ്റ്സ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൺ കിട്ടും എന്ന് പറയുമ്പോൾ 80 ടണ്ണോളം കിട്ടും. അത്രയും റിച്ചാണ് നമ്മുടെ കരിമണൽ എന്ന് പറഞ്ഞാൽ. ഇത് പലരും അതിന് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കാറില്ല. ഞാനിതിനെപ്പറ്റി കുറേ ആർട്ടിക്കിൾസ് വായിക്കുമായിരുന്നു. ഇത് എക്സ്റ്റെൻസീവ്ലി റിച്ചായൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇനി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരുപാട് വെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വെള്ളം ഈ മല പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇത് പൊട്ടിച്ച് അല്ലെങ്കിൽ ഭൂമി തുരന്നത് എടുക്കുമ്പോൾ ഈ വെള്ളം അടുത്തുള്ള നദിയിൽ നിന്ന് അല്ലെങ്കിൽ വെളിയിലത്തെ സോഴ്സിൽ നിന്നും അവിടെ കൊണ്ടുവരണം. നമ്മൾ കടലിൽ നിന്നാണ് എടുക്കുന്നത്. കടലിൽ ആവശ്യം പോലെ വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ പ്രോസസ്സുകളിൽ ഈ ഔട്ട്പുട്ടായിട്ട് പോകുന്ന വേസ്റ്റ് പിന്നെയും ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ അകത്തു നിന്നും കൂടുതൽ എക്സ്ട്രാക്ഷൻ നമുക്ക്, അതായത് കൂടുതൽ ബാഡായിട്ടുള്ള കമ്പോണൻസ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജീസും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വളരെ അഡ്വാൻറ്റേജസ് ആയൊരു സിറ്റുവേഷനാണ്. ഇനിയുണ്ട് അഡ്വാൻറ്റേജ്. ഇത് പറഞ്ഞ് വിട്ടുവെന്നാണ്. മറ്റൊരു അഡ്വാൻറ്റേജ്, ചൈനയിൽ നമ്മളൊരു മല ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മൈൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു കോൺസ്റ്റൻറ്റ് ഇമ്പാക്റ്റാണ് ഭൂമിക്ക്. അതങ്ങ് പോയി. ആ മല ഉണ്ടാക്കി മല ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മല വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭൂമി തുരന്ന് ആയിരക്കണക്കിന് അടി താഴ്ചയിൽ കുഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഭീമാകാരം കുഴിയായിട്ട് അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ നമ്മുടെ ബീച്ചിൽ കടൽ ഒരു റിന്യൂവബിൾ സോഴ്സായിട്ട് ഈ കരിമണലിനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഫ്ലോട്ടിംഗ് ഡ്രെഡ്ജസ് കടലിൽ തന്നെ സ്ഥാപിച്ച് അവിടെ തന്നെ വീണ്ടും ഒരു വലിയ രീതിയിലുള്ള ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കമ്പോണൻസിനെ കരയിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ വലിയൊരു പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കേരളത്തിൻ്റെ മടിയിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പോർട്ട്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കരിമണലിലെ ഖനനം നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഇത് മുഴുവനായിട്ട് എഴുതി കൊടുത്ത് നിങ്ങളെല്ലാം നോക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കമ്പനികൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് ഇതെല്ലാം നിയമത്തിന് വിധേയമായിട്ട് നമുക്ക് എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഉറപ്പായിട്ടും വരുന്ന വർഷങ്ങളിൽ വലിയ ക്രിട്ടിക്കൽ കമ്പോണൻ്റായിട്ട് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് വരും. അതും ഈ മോൾട്ടൺ റിയാക്ടേഴ്സ് പോലെ, മോൾട്ടൺ സോൾട്ട് റിയാക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മേജർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വരാനിരിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലെല്ലാം ഈ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ആവശ്യം ഭയങ്കരമായും കൂടുതലാണ്. ഈ ചൈനയിൽ കിട്ടുന്ന എലമെൻറ്റ്സിനെക്കാളും ചൈനയിൽ കിട്ടുന്ന ആ പാറക്കഷ്ണങ്ങളിലുള്ള ചില എലമെൻറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ വളരെ കുറവായിരിക്കും. ആ എലമെൻറ്റ്സിന് നമ്മുടെ കേരളത്തിലെ കരിമണലിലുള്ള കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്.
അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായ ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത്. ഇത് ഇന്ത്യയിലെ സൗത്ത് സൈഡിലുള്ള ബീച്ചസിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി ഉള്ളൂ എന്നുള്ളതാണ്. കന്യാകുമാരിയിലും ഉള്ള ബീച്ചസിലുമൊക്കെ നമുക്ക് തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള ബീച്ചസിൽ നമുക്കിത് കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ജിയോളജിക്കൽ ഫാക്ടറായിട്ട് കൂടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. പക്ഷേ ഇന്നാണുള്ള കറക്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായി പഠിച്ച് നല്ല രീതിയിലൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്നത് ഒരു രത്നഖനിയുടെ മുകളിലാണ്. കേരളത്തിൻ്റെ ഭാവി തന്നെ, കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള കേരളത്തിൻ്റെ ഭാവി തന്നെ ഈ കടലോര ബീച്ചുകൾക്ക്, കരിമണലിന് തിരുത്തി എഴുതാനായിട്ട് സാധിക്കും. വരുന്ന ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനൊക്കെ ഇത്തരം സിറ്റുവേഷൻസും ഇത്തരം ഓപ്പർച്യൂണിറ്റീസും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു തോട്ടുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ജനങ്ങൾക്ക് കൂടുതൽ ബോധവാന്മാരായി ഇതിനെ എങ്ങനെ നമ്മൾ ഒരു റിസോഴ്സ് ഉണ്ട്, അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാം എന്ന് ചിന്തിക്കട്ടെ എന്ന് കരുതുന്നു. കാര്യം അണ്ടർ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും തന്നെയും ബെനിഫിറ്റില്ല. നമ്മളവിടെ ഒരു ബീച്ചുണ്ട്, കരിമണലുണ്ട്, അത്രയേ ഉള്ളൂ. ലോകം ഒരുപക്ഷെ ഒരു 50 വർഷത്തിൽ റെയർ എലമെൻസും കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളിത് സെറ്റപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് വരും. ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ആഷ് ബേസ്ഡ് എക്സ്ട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയുക. നിങ്ങളുടെ കമൻസാണ് ഓരോ ടൈമിലും നമുക്കുള്ള കിട്ടുന്ന ഏറ്റവും വലിയ വാല്യുബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരയ്ക്കും.